ഇനി ചെന്നൈയിലേക്ക് വരികയാണെങ്കിൽ ചെന്നൈയിൽ ഇന്നലെയാണ് വ്യോമസേനയുടെ അഭ്യാസ പ്രകടനം എയർ ഷോ നടന്നത്. കാരണം വ്യോമസേനയുടെ 92ാം വാർഷികത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ എയർ ഷോ സംഘടിപ്പിച്ചത്. ഏതാണ്ട് 11 മണി മുതൽ 1 മണി വരെയായിരുന്നു എയർ ഷോ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ രാവിലെ 7 മണിക്ക് തന്നെ ആളുകൾ ഇത് കാണാനായി എത്തിയിരുന്നു. 12 ലക്ഷം പേർ മെറീന ബീച്ചിൽ ഒത്തുകൂടി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ. അതായത് ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരത്തിൽ 12 ലക്ഷം ആളുകൾ ഒത്തുകൂടി. ഇതിനുശേഷം ഈ എയർ ഷോ ഒക്കെ നടന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള MK സ്റ്റാലിൻ അടക്കമുള്ള നേതാക്കളും ഈ എയർ ഷോയുടെ ഭാഗമാവുകയും ചെയ്തു. കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് ചെന്നൈയിൽ ഇത്തരത്തിൽ എയർ ഷോ സംഘടിപ്പിക്കപ്പെടുന്നത്. മാത്രമല്ല ഈ 12 ലക്ഷം പേർ അവിടെ പങ്കെടുത്തോടുകൂടി ലിംക ബുക്സ് ഓഫ് റെക്കോർഡിൽ ഇത് ഇടം പിടിക്കുകയും ചെയ്തു. അതിനുശേഷം 1 മണിക്ക് ഈ എയർ ഷോ കഴിഞ്ഞതിന് ശേഷം ആളുകൾ പുറത്തു പോകാൻ ഏതാണ്ട് ഒരുമിച്ച് പോകാൻ ശ്രമിച്ചതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ദാരുണമായ സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഏതായാലും കനത്ത ചൂടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ. അപ്പോൾ ഈ കനത്ത ചൂട്, നിർജ്ജലീകരണം അടക്കമുള്ള കാരണങ്ങളാണ് ഇത്തരത്തിൽ മരണത്തിന് കാരണമായത് എന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനമായ ഡോക്ടർമാരടക്കം പറയുന്നത്. പക്ഷേ എന്താണ് കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം ലഭിച്ചാലേ വ്യക്തമാവുകയും ചെയ്തുള്ളൂ. ഏതായാലും 5 പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. മാത്രമല്ല ഇന്നലെ ആശുപത്രിയിൽ ചികിത്സ തേടിയത് ഏതാണ്ട് 100-ലധികം ആളുകളാണ്. ഇതിൽ പലരെയും പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കാര്യമായ ഒരുക്കങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല എന്ന ആരോപണം ഇതിനോടകം തന്നെ ശക്തമാവുകയും ചെയ്തിട്ടുണ്ട്. അശ്വതി, ആര്യ. ശരി, താങ്ക് യു. ER രാഗേഷാണ് ദേശീയ വാർത്തകളുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. ആര്യ.